നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം നമ്മൾ ഇന്നലെ നല്ല രൂപത്തിൽ ലൈവൊക്കെ ചെയ്തു. കുറേ സുഹൃത്തുക്കൾ കൂടെ ചേർന്ന് കുറേ ഡിസ്കഷൻസൊക്കെ നമ്മൾ നടത്തി. ഇനിയിപ്പോൾ സ്ക്വാഡ് വിലയിരുത്തുന്ന സമയമാണ്. സ്ക്വാഡ് അനാലിസിസ്. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഓൾറെഡി കുറേ സ്ക്വാഡുകളൊക്കെ വിലയിരുത്തി കഴിഞ്ഞു. 5 സ്ക്വാഡുകൾ ഓൾറെഡി നമ്മൾ വിലയിരുത്തി. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഈ സ്ക്വാഡ് കാണുമ്പോൾ ഇത്രയും വേഴ്സിറ്റാലിറ്റി ഉള്ള ഒരു സ്ക്വാഡ് വേറെ ഉണ്ടോ എന്നൊരു സംശയമാണ്. കാരണം അത്രയധികം ഓപ്ഷൻസ് അവർക്ക് ഓരോ മേഖലയിലുമുണ്ട്. ഇന്നലെ കണ്ടില്ല, ഏറ്റവും ഒടുവിൽ 25 പേരെയും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലേലത്തിലെ അവസാനത്തെ ആളായിട്ട് KL ജാമീസിനെ എടുത്തത്. അതായത് ആ ലേലം അവസാനിച്ചാണ്. അപ്പോഴാണ് പറഞ്ഞത് ഒരു സ്ലോട്ട് കൂടി ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ട്, അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേലത്തിൽ അവർക്ക് വേണ്ട താരങ്ങളൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക. ഫാഫ് ഡു പ്ലസിയെയും ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനെയും കൊടുത്തതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ വിദേശ താരങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു. ബെൻഡക്കറ്റിനെ കൊണ്ടുവന്നു, പഥും നിസാങ്കയെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബൗളിംഗ് നിലയിലേക്ക് അക്കിബ് നബിയെ പലരും നോട്ടമിട്ടതാണ്. ആ താരത്തെ അക്കിബ് നബീദാറിനെ അവർ കൊണ്ടുവന്നു. സോ സ്റ്റാർക്കും അക്കിബ് നബീദാറിനും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി അതല്ല, ഇനിയിപ്പോൾ മിച്ചൽ സ്റ്റാർക്കിനോടൊപ്പം ടി നട്രാജനെ ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല, വിദേശ താരങ്ങൾ വേറെ പേസർമാരെ വേണോ, ലുങ്കി എങ്കിഡി, KL ജാമീസൻ എന്നിവരെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. പ്രത്യേകിച്ച് അവർക്ക് ബാറ്റിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ ബൗളിങ്ങിൽ വ്യത്യസ്ത ഓപ്ഷൻസ് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ നോക്കുക, അവർക്ക് ഇനി ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ കരുൺ നായരെ കളിപ്പിക്കാം. അതല്ലെങ്കിൽ അഭിഷേക് പോറലെയോ സമീർ റിസ്വിയെയോ കണ്ടീഷൻ അനുസരിച്ച് ആ മാച്ചിൻ്റെ ഒരു കണ്ടീഷൻ, അവിടുത്തെ പിച്ചിൻ്റെയൊക്കെ സ്വഭാവം വെച്ച് അവർക്ക് ഉപയോഗപ്പെടുത്താൻ വ്യത്യസ്ത തരത്തിലുള്ള ബാറ്റർമാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പണിങ്ങിൽ പഥും നിസാങ്കയോ ബെൻഡക്കറ്റോ രണ്ടാലൊരാളാണ് കളിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ ഫോം ഔട്ടായാൽ മറ്റാളെ ഉപയോഗപ്പെടുത്താൻ പറ്റും KL രാഹുലിനോടൊപ്പം. ഇനി അതല്ല, ഈ 2 വിദേശ താരങ്ങളെയും വേണ്ട എന്ന് നോക്കുകയാണെങ്കിൽ പൃഥ്വി ഷോയെ വേണമെങ്കിൽ അവർക്ക് ഓപ്പണറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ എവിടെ നോക്കിയാലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള വ്യത്യസ്ത കണ്ടീഷനുകൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സ്ക്വാഡിനെ അവരിപ്പോൾ തരപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വാഡ് നോക്കാം നമുക്ക്. ബാറ്റേഴ്സായിട്ട് പൃഥ്വി ഷോയ്ക്ക് ഇപ്പോൾ നല്ല ഫോമിലാണ്. ഇടക്കാലത്തൊന്നും ഭംഗിയെങ്കിലും പൃഥ്വി ഷോ, കരുൺ നായർ, നിതീഷ് റാണ, പഥും നിസാങ്ക, അശുതോഷ് ശർമ്മ, ഡേവിഡ് വില്ലർ, സമീർ റിസ്വി, സഹിൽ പ്രകാശ്. പോരെ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുൽ, അഭിഷേക് പോറൽ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ബെൻഡക്കറ്റ്. മതിയോ? എന്തൊരു ബാറ്റിംഗ് ഓർഡർ അവർക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓൾറൗണ്ടേഴ്സായിട്ട് അക്സർ പട്ടേൽ, വിപ്രാജ് നിഗം, പിന്നെ മാധവ് തിവാരി, ടി വിജയ്, അജയ് മണ്ഡൽ, KL ജാമീസൻ, അക്കിബ് നബി. സ്പിന്നേഴ്സായിട്ട് പ്രധാനമായിട്ടും കുൽദീപ് യാദവാണുള്ളത്. പിന്നെ അക്സർ പട്ടേലിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. പിന്നെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് മിച്ചൽ സ്റ്റാർക്ക്, മുകേഷ് കുമാർ, ടി നട്രാജൻ, ലുങ്കി എങ്കിഡി, ദുഷ്മന്ത ചമീര. സോ കഴിഞ്ഞ തവണത്തെ ആ ടീമല്ല, ഒന്നുകൂടി കിടലൻ ടീമായിട്ട് അവർ മാറിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. അവരുടെ പോസിബിൾ 12 നമ്മൾ നോക്കിയാൽ രാഹുലും ബെൻഡക്കറ്റും കൂടി ഓപ്പൺ ചെയ്താൽ പഥും നിസാങ്ക പുറത്തിരിക്കും. ഇനി അതല്ല, ബെൻഡക്കറ്റ് പുറത്താണെങ്കിൽ പഥും നിസാങ്ക ഓപ്പൺ ചെയ്യും. നമ്പർ 3 നിതീഷ് റാണ, നമ്പർ 4 ട്രിസ്റ്റൻ സ്റ്റെപ്സ്, നമ്പർ 5 അക്സർ പട്ടേൽ, നമ്പർ 6 ഡേവിഡ് മില്ലർ, നമ്പർ 7 അശുതോഷ് ശർമ്മ, നമ്പർ 8 വിപ്രാജ് നിഗം. വാവ് സൂപ്പർ ബാറ്റിംഗ് ലൈനപ്പ്. ദെൻ ബൗളർമാരിലേക്ക് പോയാൽ അക്കിബ് നബി, കുൽദീപ് യാദവ്, മിച്ചൽ സ്റ്റാർക്ക്, ടി നട്രാജൻ. ഇതാണ് അവരുടെ പോസിബിൾ ബെസ്റ്റ് 12 എന്ന് പറയുന്നത്. സോ മികച്ച സ്ക്വാഡും കൊണ്ട്, വേഴ്സറ്റൈൽ സ്ക്വാഡും കൊണ്ട്, ഏത് കണ്ടീഷനും തരണം ചെയ്യാൻ പറ്റുന്ന സ്ക്വാഡും കൊണ്ട് ഇതാ DC വരുന്നു. ഇത്തവണ വല്ലതുമൊക്കെ നടക്കും. വീഡിയോ അവസാനിക്കുന്നു.
ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.